നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് ഏരിമലയിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് LDFന് തുണയ്ക്കുന്ന വാർഡും കൂടിയാണ് ഏരിമല. എന്തു തന്നെയായാലും കനത്ത മത്സരം തന്നെയാണ് ഇവിടെ മാറ്റൊരുങ്ങുന്നത്. ഇനി വോട്ടർമാരെ പരിശോധിക്കാം. 604 പുരുഷന്മാരും 627 സ്ത്രീകളുമടക്കം ആകെ 1231 വോട്ടർമാരാണ് ഈ വാർഡിനുള്ളത്. ഇനി സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക്. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് LDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഞാൻ പ്രസീന പറക്കാപ്പൊയിൽ, ചാത്തമംഗലം പഞ്ചായത്തിലെ 7ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. ഈ വാർഡിനെ കുറിച്ചും ഈ വാർഡിൻ്റെ വികസനത്തെ കുറിച്ചും. വാർഡിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ വികസന പ്രവർത്തനങ്ങൾ കൂടി നടപ്പിലാക്കാനും ഉണ്ട്. ആ വികസന പ്രവർത്തനങ്ങളിൽ ഒരാളായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷത്തിലെ വികസനം എന്ന് പറയുമ്പോൾ കുറേ റോഡ്, നമ്മുടെ ഈ ഭാഗത്ത് കുറേ റോഡുകളൊക്കെ നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ട്, അതും കൂടി ഇനി നടപ്പിലാക്കാൻ ഒരു തുടർച്ചയുടെ ഫലമായിട്ട്. അതുപോലെ പഞ്ചായത്ത് തലത്തിലുള്ള വികസനങ്ങൾ. പഞ്ചായത്തിൽ കുറേ കുടിവെള്ള പദ്ധതി ഉണ്ട്. ചെമ്പക്കോടുമേൽ ഒരു ITI തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയ്ക്ക് ഇനി നമ്മൾ ജയിച്ചെങ്കിൽ ജയിക്കണം. നിങ്ങളൊരു വാർഡ് മെമ്പറായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്? കുടിവെള്ള പദ്ധതി എത്താത്തടത്തൊക്കെ കുടിവെള്ളം എത്തിക്കണം. പക്ഷെ കുറേ വീടുകൾ ഇല്ലാത്തവരുണ്ട്, അവർക്ക് വീട് നൽകണം. റോഡില്ലാത്തവരും കുറേ റോഡില്ലാത്തവരുണ്ട്, റോഡ് നന്നാക്കി കൊടുക്കണം. അടിസ്ഥാനപരമായിട്ട് കുടിവെള്ള പദ്ധതി, അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ ഈ വാർഡിൻ്റെ എല്ലാ കോണിലും എത്തിയിട്ടുണ്ടോ? ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. താങ്ക് യു. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. എൻ്റെ പേര് കൃഷ്ണലേഖ. ഞാൻ 7ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി UDFൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ചിഹ്നം? തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രവർത്തന മേഖലയും അതിലെ പരിചയവും. ഞാൻ ഈ വാർഡിൽ 2000-2005 വരെ മെമ്പറായിരുന്നു. ആ സമയത്ത് നല്ല വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ കരിയാത്തംകുന്ന് കുടിവെള്ളം, അതുപോലെ തന്നെ ചെമ്പക്കോട് കുടിവെള്ളം, അത് കൊണ്ടുവന്നപ്പോൾ തന്നെ പിന്നെ എൻ്റെ കാലാവധി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നിരുന്നു. അതിന് ശേഷം LDF മെമ്പർമാരാണ് ഇവിടെ വന്നത്. അതുതന്നെ പരപ്പാറ കുടിവെള്ളം അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതുവരെ 15 വർഷമായിട്ട് അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുൻ മെമ്പർ എന്നുള്ള നിലക്കും LDFൻ്റെ സിറ്റിംഗ് സീറ്റ് എന്നുള്ള നിലക്കും എത്ര ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഇവിടെ പ്രഥമ പരിഗണന കൊടുക്കുക, എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 365 ദിവസവും എല്ലാവർക്കും വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പഞ്ചായത്ത് തലത്തിൽ സാധിച്ചില്ലെങ്കിലും പിന്നെ മേലോട്ട് പോയിട്ടുണ്ടെങ്കിലും അത് സാധിപ്പിച്ച് കൊണ്ടുവരും. ഈ വാർഡിനെ കുറിച്ചും അതുപോലെ ഈ വാർഡിലെ പോരായ്മകളെ കുറിച്ചും. ഈ വാർഡിലിപ്പോൾ 15 വർഷമായി അവർ ഭരിക്കുന്നു. ഇതിലൊരു വ്യവസായ പദ്ധതികളോ ജനങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംരംഭം അങ്ങനത്തെ ഒന്നും തന്നെ അവർക്ക് കൊണ്ടുവരാൻ, പഞ്ചായത്ത് തലത്തിലൊന്നും തന്നെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിനൊക്കെ വേണ്ടി ഞാൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കും എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ആംബുലൻസ് സൗകര്യം ജനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബം പോലും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു കുടുംബം ഈ വാർഡിൽ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയും പ്രയത്നിക്കും. ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ഈ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്?
പഞ്ചായത്തിൽ തന്നെ അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അവർക്കില്ല. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അവർ ശ്രദ്ധിക്കുകയില്ല, അവർക്ക് വേണ്ടി പരിശ്രമിക്കുകയില്ല. പഞ്ചായത്ത് തലത്തിലൊരു വ്യവസായങ്ങളൊന്നും തന്നെ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല 15 വർഷമായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റോഡുകളൊക്കെ നമുക്ക് ഈ വാർഡിൽ തന്നെ റോഡുകളൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ MVRലേക്കും KMCTയിലൊക്കെ പോകുന്ന റോഡ് ഞങ്ങൾ മുന്നിൽ കൂടെ തന്നെയുള്ള റോഡുകൾ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ ഞാൻ 2005 വന്നപ്പോൾ ചെയ്ത പണികളാണ്. അതിന് ശേഷം അവരൊന്നും ചെയ്തില്ല. നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്? പ്രഥമ പരിഗണന ഈ കുടിവെള്ളം എല്ലാ വീട്ടിലും ഓരോ വീട്ടിലും പരിഹാരം, കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം. അതുപോലെ 365 ദിവസം വെള്ളം എത്തിക്കുക, അതാണ് ശാശ്വത പരിഹാരം. അതുപോലെ തന്നെ പിന്നെ ഒരു വീടില്ലാത്തൊരു കുടുംബം ഈ വാർഡിൽ ഉണ്ടാകാൻ പാടില്ല. അവർക്കൊക്കെ വീട് ശരിയാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ആംബുലൻസ് സൗകര്യം, ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടി ഈ വാർഡിലുള്ള ജനങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് സൗകര്യവും ഒരുക്കി കൊടുക്കണം. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ടാർ ചെയ്യണം. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് BJP സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. എൻ്റെ പേര് മഞ്ജുള. ഞാൻ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഏരിമല 7ാം വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ചിഹ്നം? ഞങ്ങളുടെ ചിഹ്നം താമര. അതുപോലെ നിങ്ങളുടെ പ്രവൃത്തി പരിചയവും പ്രവർത്തന മേഖലയും അതിലെ പരിചയവും? രാഷ്ട്രീയ മേഖലയിൽ ഇതാദ്യമായിട്ടാണ്. അധ്യാപന രംഗത്ത് 15 വർഷത്തോളം ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചെറിയൊരു പ്രയാസങ്ങൾ കൊണ്ട് ഞാൻ ഒന്ന് മാറിയുന്നതാണ്. ഈ വാർഡിനെ കുറിച്ചും അതുപോലെ ഈ വാർഡിൻ്റെ പോരായ്മകളെ കുറിച്ചും? ഇവിടെ പോരായ്മകൾ എന്ന് പറയാൻ ചില വീടുകളിലൊക്കെ നമ്മൾ സന്ദർശിച്ചപ്പോഴും മനസ്സിലായത് ചിലർക്ക് വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളൊക്കെ ഉണ്ട്, അവർക്ക് അത് ലഭ്യമാക്കി കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അവിടുന്ന് കളന്തോട് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ അതൊരു പോരായ്മയാണ്. പിന്നെ കുടിവെള്ള പ്രശ്നം എത്താത്ത വീടുകൾ ഇനിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മ തന്നെയാണ്. പഞ്ചായത്ത് തലത്തിലെ പോരായ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ? പഞ്ചായത്ത് തലത്തിൽ ഇപ്പം നമുക്കറിയാം, പിന്നെ NDA സർക്കാർ ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പദ്ധതികൾ നടപ്പിലായിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾ അതിനെക്കുറിച്ച് അവബോധരല്ല. അപ്പോൾ അത് അവരിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ NDAയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെ നമ്മൾ പഞ്ചായത്ത് മെമ്പറായിട്ട് വരണം. അതുപോലെ നിങ്ങളൊരു സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാനൊരു മെമ്പറായിട്ട് വരികയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളിലാണ് ആദ്യം ലക്ഷ്യമിടുന്നത്. അത് വികസിപ്പിച്ചെടുക്കുക. സമഗ്ര വികസനം തന്നെയാണ് ലക്ഷ്യം. പിന്നെ കാർഷിക മേഖലയിൽ പ്രാധാന്യം കൊടുക്കണം. കാർഷിക മേഖലയിൽ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുക. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ കുട്ടികളുടെയും വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ അടിസ്ഥാനപരമായിട്ടുള്ള മേഖല എന്ന് പറഞ്ഞു ഏതൊക്കെ മേഖലകളിലാണ് ഊന്നൽ നൽകിയിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് റോഡ് വികസനം, കുടിവെള്ളം, ഇതൊക്കെ തന്നെയാണ് അടിസ്ഥാന സൗകര്യം. പിന്നെ വീട്. നരേന്ദ്രമോദി ആവിഷ്കരിച്ച കുറേ പദ്ധതികൾ നമ്മുടെ അതായത് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ, പിന്നെ 1500 രൂപ നമ്മുടെ അക്കൗണ്ടുകളിൽ അവരറിയാതെ തന്നെ എത്തുന്നുണ്ട്. അതൊന്നും ചില ആളുകൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ അവരിലേക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ഈ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായ സത്യം. അതെ, അവരതിനെക്കുറിച്ച് ബോധവാന്മാരാവുന്നില്ല. കാരണം അറിയില്ല ചില ആളുകൾക്കൊന്നും. അപ്പോൾ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമല്ലോ. അതറിയിക്കാൻ ഇവിടുത്തെ ഭരണസമിതി തയ്യാറാവുന്നില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. താങ്ക് യു.